യൂസുക്ക ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? ക്രീം ബിസ്ക്കറ്റിനോ? ക്രീം ബിസ്ക്കറ്റ്, സ്ട്രോബെറിയുടെ ക്രീം ബിസ്ക്കറ്റ്. ഇത്താത്ത വേറെ വല്ല ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ വൈറ്റ് റൈസ് ഇരിപ്പുണ്ട്. അത് ഉച്ചക്കേൽക്ക് വന്നതാണ്. ഞാൻ അതിൻ്റെ പപ്പാതി ഞാൻ കഴിച്ചു. നൈറ്റ് ഫുഡ് വന്നിട്ടില്ല. നൈറ്റ് ഫുഡ് വന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. ഇല്ലക്ക, ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ഫുഡിയല്ല. ഞാൻ എൻ്റെ വിശപ്പ് മാറാമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ, അള്ള തന്ന ആരോഗ്യം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിച്ച് പോകുന്നുണ്ട്. ഇത്താത്ത അതേ എന്തെന്നാണ് വിശപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം 9 മണിയായിട്ടുള്ളൂ ഇവിടെ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് വരുള്ളൂ. പിന്നെ ഞാൻ കട്ടൻ ചായയും ഇത് എനിക്ക് വല്ലാത്ത ഇതാ. ഫുഡ് കൊണ്ടുതന്നെ ഫുഡ് എനിക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിന്നും, അത് വേറെ കാര്യം. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ തട്ടി 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 മറ്റേ പൂച്ചയുടെ കയ്യിൽ മറ്റേ എലീനെ കിട്ടുന്ന വീട്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവിടെ വെക്കും. ഏറ്റവും ലാസ്റ്റ് അത് അവിടെ ഇട്ടടിച്ചു പോകും. പക്ഷെ എന്താ താടി ഉള്ളതുകൊണ്ടാണ് 18 പറഞ്ഞത്. എല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ല ഇപ്പൊ 14 വയസ്സെന്നും പറഞ്ഞിട്ട് സ്കൂളിൽ പോയില്ലേ മോനേന്ന് ചോദിച്ചാന്. ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും താടി വന്ന് 18 വയസ്സുകാരനായിപ്പോയി. ഇക്ക ഈ പറഞ്ഞ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തള്ളാക്കി എടുത്തോളാം, കുഴപ്പമില്ല. ഇത്താത്താക്കൊക്കെ എന്തായിരുന്നു പുച്ഛമായിരുന്നില്ലേ? ഇത് നോക്കിയേ, 18 വയസ്സായിട്ടുള്ളൂ എന്ന്. എനിക്ക് 18 വയസ്സെന്ന് പറയാ 19 വയസ്സെന്ന് പറഞ്ഞോ. എനിക്ക് പാസ്പോർട്ട് ഒന്ന് ഇങ്ങോട്ട് വിട്ട ആൾക്കാരൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ കേസിൽ കുടുങ്ങിപ്പോവും. 18 വയസ്സായ ചെക്കനക്ക് ഇത്ര പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടിയോന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ പൊന്നോ ഇക്കോയ് കുറച്ച് താക്ക്. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് ഞാൻ ആകാശത്തേക്ക് പറക്കും. എൻ്റെ ഒന്നും ഇല്ലല്ലോ കാക്ക് തരാൻ വേണ്ടിയിട്ട്. ഞാൻ മുളപ്പിക്കാൻ വെച്ച കുറച്ച് മറ്റേ മുളകിൻ്റെ ഇതിരിപ്പുണ്ട്, ഉണങ്ങിയ ഇതിരിപ്പുണ്ട്, അതേ ഉള്ളൂ. മുടി ഇതായിട്ടില്ല താത്ത, ഗ്ലാമർ ഇച്ചിരി കുറവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോണിൻ്റെ കുറ്റമാണോ അല്ലെങ്കിൽ എൻ്റെ കുറ്റമാണോ എന്നറിയില്ല. പിന്നെ പടച്ചോൻ വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ, എന്താ ചെയ്യുക. ഇതൊക്കെ ഇനിയിപ്പോൾ ടാക്സ് അടിക്കേണ്ടി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടാക്സ് അടക്കണം. എനിക്ക് അത് ഓർക്കുമ്പോൾ പേടിയുള്ളത്. എന്നെക്കാളും ചുള്ളൊരുത്തനുണ്ട്. അതിൻ്റെ അനിയൻ കിടില മുതൽ കൃഷ്ണനാണ്. കൃഷ്ണൻ നാട്ടിലുള്ള മൊഞ്ചത്തിമാർ മുഴുവൻ ചുറ്റിക്കറങ്ങി കിടക്കുന്ന ഒരു മൊഞ്ചനുണ്ട്. അതിന് സ്വന്തമായിട്ടൊരു അനിയൻ. ഇല്ലിക്ക, മുഖമൊക്കെ അരിവാളിച്ചിരിക്കുകയാണ്. ഇത് എന്തോ ഫിൽറ്റർ എങ്ങാണ്ട് ഓണായി കിടക്കുകയെന്ന് തോന്നുന്നുണ്ട്. റബ്ബാണ്, അല്ലാണ്ട് എനിക്കിത്ര നിറം